വെൽക്കം ബാക്ക് ടു സ്പീക്ക് അപ്പ് ഒഫീഷ്യൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് 7 വണ്ടേഴ്സിലൊന്നായ താജ്മഹൽ കാണാനാണ്. താജ്മഹലിൻ്റെ ഹിസ്റ്ററിയൊക്കെ എല്ലാവർക്കും അറിയാം. സോ അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്നാലും താജ്മഹൽ ഷാജഹാൻ മുംതാസിന് വേണ്ടി പണിത ഒരു പ്രണയ സ്മാരകമാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയത് രാവിലെ 6 മണിക്കാണ്. ആ ടൈം തന്നെയാണ് എൻട്രി സ്റ്റാർട്ട് ആവുന്നതും. ബട്ട് നല്ല തിരക്കായിരുന്നു. അകത്തേക്ക് ഫോണും വെള്ളവും വാലറ്റും അല്ലാതെ മറ്റൊന്നും തന്നെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. സോ അവിടെ തന്നെ ക്ലോക്ക് റൂം ഫെസിലിറ്റി ഒക്കെ ഉണ്ട്, ഫ്രീ ആണ്. പിന്നെ എൻട്രി ടിക്കറ്റ് ഉണ്ട്. താജും സറൗണ്ടിങ്ങും കാണാൻ പെർ പേഴ്സൺ 50 രൂപയും താജ്മഹലിൻ്റെ ഉള്ളിൽ കാണാൻ 250 റുപ്പീസും ആണ്. 42 ഏക്കറാണ് ഇത് മൊത്തം വരുന്നത്. സോ അത്യാവശ്യം നടന്ന് കാണാനുള്ളതുണ്ട്. ആദ്യമായിട്ട് ഇതിൻ്റെ ആർക്കിടെക്ചറാണ്. മുഗൾ രാജാക്കന്മാരിൽ ഒരാളായ ഷാജഹാൻ പണി കഴിപ്പിച്ചത് കൊണ്ട് തന്നെ മുഗൾ ആൻഡ് ഇന്തോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. ഈച്ച് ആൻഡ് എവറി കോർണർ നമുക്ക് സെയിം ആയിട്ടാണ് തോന്നുക. മുഗൾ ആർക്കിടെക്ചറിൻ്റെ വലിയൊരു പ്രത്യേകതയാണത്. വൈറ്റ് മാർബിൾ വെച്ചിട്ടാണ് താജ്മഹൽ പണി കഴിപ്പിച്ചത്. ബട്ട് ചുറ്റുമുള്ള ബിൽഡിങ്സ് റെഡ് സ്റ്റോൺ വെച്ചിട്ടാണ്. സോ ഒരു വൈറ്റ് റെഡ് കോംബോ നല്ല ഭംഗിയാണ് കാണാൻ. 1938 താജ്മഹൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ വന്നത്. ആൻഡ് 7 വണ്ടേഴ്സിൽ ഒന്നായത് 2007 അപ്പം നമുക്ക് ഡൽഹിയിൽ നിന്ന് ഒരു 3 to 3.5 hour ട്രെയിൻ യാത്രയാണ്. മീൻസ് നിസാമുദ്ദീൻ ടു ആഗ്ര കണ്ട്. അടുത്തത് നമ്മൾ ആഗ്ര ഫോർട്ടാണ് കണ്ടത്. അവിടെയും എൻട്രി ഫീ 50 റുപ്പീസാണ്. ആഗ്ര ഫോർട്ടിനെ ആഗ്രാസ് റെഡ് ഫോർട്ട് എന്നും ലാൽ കില എന്നും പറയാറുണ്ട്. മുഗൾ എംപറേഴ്സിൻ്റെ റെസിഡൻസ് ആയിരുന്നു ആഗ്ര ഫോർട്ട്. ഇപ്പം നമ്മൾ കാണുന്നത് ആഗ്ര ഫോർട്ടിൽ നിന്നുള്ള താജ്മഹലിൻ്റെ വ്യൂ ആണ്. നല്ല രസമായിരുന്നു അത് കാണാൻ. നല്ല ഭംഗിയുള്ള ഗാർഡൻസും വ്യൂസും ഒക്കെയാണ് മൊത്തം. ലൈഫിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ വിസിറ്റ് ചെയ്യണം. അത്രയ്ക്ക് വേർത്താണ്. വി ആർ വണ്ടറിങ് ലൈക്ക് ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് വാസ് ബിൽഡ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരേക്കും ബൈ ഫ്രം സ്പീക്ക് അപ്പ് ഒഫീഷ്യൽ.